നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ ഏകദേശം എല്ലാ ഷോപ്പുകളിലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുട്ടയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ദിവസവും എല്ലാ ഷോപ്പുകാരുടെയും കടക്കാരുടെയും പറയും, നമ്മുടെ കേരളത്തിൽ നമുക്ക് മുട്ട ഉണ്ടാക്കിയാൽ നമുക്ക് ഭാവിയിൽ എന്തെല്ലാം ഉപയോഗം ചെയ്യും. അപ്പം നമുക്കിവിടെയുള്ള നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇതൊരു ജോലിയാകും. പിന്നെ നമുക്ക് ഗവൺമെന്റിന് നമ്മുടെ കേരളത്തിന് അതുകൊണ്ടുള്ള ഒരു വരുമാനം ഉണ്ടാകും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള മുട്ട, നല്ല ഗുണനിലവാരമുള്ള മുട്ട നമുക്ക് നമ്മുടെ ഉപഭോക്താക്കൾക്ക് എത്തിക്കാനും കഴിയും എന്ന് ഓരോ കടക്കാരുടെയും പറഞ്ഞ് അവർ ആ ഒരു സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് ഈ സൊസൈറ്റിക്ക് ഈ നിലയിൽ എത്താൻ കഴിഞ്ഞത്. അതിൻ്റെ ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കരവളം ഗ്രാമപഞ്ചായത്ത് ഏകദേശം മുട്ടയ്ക്ക് സ്വയം പര്യാപ്തമായി കാണും. കാരണം നമ്മുടെ ഈ സൊസൈറ്റിയുടെ 4 ചുറ്റും ഇന്ന് ചെറിയ ചെറിയ കർഷകരായിട്ടുണ്ട്. നമുക്ക് 100 കോഴി ചെയ്യുന്നതിൻ്റെ ആ ഒരു ലേബർ കൊണ്ട് തന്നെ ആയിരിക്കും നമുക്കൊരു 2000 കോഴി വരെ ചെയ്യാം. അപ്പം 2000 കോഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമുക്ക് ഒരാളെ ജോലിക്ക് വച്ചിട്ട് നമുക്ക് അവർക്കുള്ള വരുമാനം നമുക്കും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അന്യ സംസ്ഥാനങ്ങളിൽ പോയി അല്ലെങ്കിൽ അന്യ നാടുകളിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നമുക്ക് ഇവിടെ ജോലി ചെയ്യാം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 90% മുട്ടയും നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്നതാണ്. അപ്പം ഇതിൽ തന്നെ സെയിൽസ്, പ്രൊഡക്ഷൻ, പിന്നെ നമുക്ക് ഇത്രയും കോഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് തീറ്റയുടെ ഫാക്ടറി ഉണ്ടാകും. തീറ്റയുടെ ഫാക്ടറി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കണം. അപ്പോൾ ആ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കൃഷി വരണം. ഇതെല്ലാം ഒരു ശൃംഖലയാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ താറാമുട്ടയിൽ നിന്ന് നമുക്കിവിടെ കിട്ടുന്നേ ഇല്ല.